മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മോഹൻലാൽ ആരാധകർക്ക് കിട്ടുന്ന ഓരോ അപ്ഡേറ്റ്സും ആഘോഷമാണ്. അണിയറ പ്രവർത്തകരും മറ്റും പങ്കുവെക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ഏറ്റെടുത്ത് സന്തോഷിക്കുന്ന ആരാധകർക്കിനി 23 ദിവസം കൂടി കാത്തിരുന്നാൽ മതിയാകും. മലൈക്കോട്ടെ വാലിബൻ ജനുവരി 25-ന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നിലവിലുള്ള സ്ഥിരീകരണം. മലയാള സിനിമകൾക്ക് ഒരുപാട് നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ മോഹൻലാലിന്റെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം ജീത്തു ജോസഫിന്റെ സംവിധാന മികവിൽ പിറന്ന നേരെന്ന കോർട്ട് റൂം ഡ്രാമയാണ്. ചിത്രം ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ നല്ല പിന്തുണ നേടിക്കൊണ്ട് തന്നെ മുന്നേറുകയുമാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കുന്ന മലൈക്കോട്ടെ വാലിബന്റെ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ 30 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ആണിപ്പോൾ ആരാധകർക്കിടയിൽ വൈറലാവുന്നത്. വീഡിയോ പുറത്തിറങ്ങി ഒരു ദിവസം മാത്രമാകുമ്പോഴേക്കും 6 ലക്ഷം പേർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തും വിധത്തിലുള്ള ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത് മനോരമ ഓൺലൈൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ്. ആരാധകർക്കുള്ള പുതുവത്സര സമ്മാനം എന്ന നിലയ്ക്കാണ് വീഡിയോ റിലീസ് ചെയ്തിരിക്കുന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പുറത്ത് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. സെക്കൻഡ് മാത്രം വരുന്ന വീഡിയോയിലെ സംഭാഷണ ശൈലിയെ വ്യത്യസ്തമായ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ. കാളിദാസൻ മിത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ടീസറിലെ സംഭാഷണം എന്നാണ് പ്രേക്ഷകരും മീഡിയകളും പറയുന്നത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ച ടീസറിൽ വാലിബനും ഒരു യുവതിയുമായി നടത്തുന്ന സംഭാഷണത്തിൽ അകത്താര എന്ന് വാലിബന്റെ ചോദ്യത്തിന് അകത്ത് ദേവി, അപ്പുറത്ത് എന്ന് തിരശ്ശീലയ്ക്കപ്പുറം നിന്നുകൊണ്ട് ഉത്തരം പറയുന്ന യുവതിയോട് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ എന്ന ലാലേട്ടന്റെ കഥാപാത്രത്തിന്റെ മറുപടി. ഇത്ര മാത്രമാണ് ടീസറിലുള്ളത്. ആട്ടിടയൻ കാളിദാസനായതിനു പിന്നിലെ കഥയിലെ സംഭാഷണം ഇതേ ശൈലിയിലാണ് എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. കാളിദാസൻ മഹാകവിയാകുന്നതിനു മുൻപ് ഒരു ആട്ടിടയൻ മാത്രമായിരുന്നു. മനോവൈകല്യം ഉണ്ടായിരുന്ന കാളിദാസൻ എന്ന ആട്ടിടയൻ വഴിയറിയാതെ ഒരു കാളി ക്ഷേത്രത്തിനുള്ളിൽ ചെന്നുപെടുന്നു. അർദ്ധരാത്രിയിൽ പുറത്തേക്ക് എഴുന്നള്ളിയ കാളിദേവി തിരിച്ചെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ വാതിൽ ആരോ അടച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ട് അകത്താര് എന്ന് ചോദിക്കുമ്പോൾ പുറത്താര് എന്ന് ഇടയൻ. പുറത്ത് കാളി എന്ന് ദേവിയുടെ മറുപടി പറഞ്ഞപ്പോൾ അകത്ത് ദാസൻ എന്നായിരുന്നു ഇടയന്റെ ഉത്തരം. ഉടൻ ദേവി നാവ് നീട്ടാൻ കൽപ്പിക്കുകയും ദേവി വാൾമുനയാൽ ഇടയന്റെ നാവിൽ കാളി എന്നെഴുതുകയും ദേവീ നാമ സ്പർശന മാത്രയിൽ കാളിദാസന് ജ്ഞാനോദയം ഉണ്ടായി എന്നുമാണ് ഐതിഹ്യം പറയുന്നത്. ഈ ഒരു ഐതിഹ്യവും മോഹൻലാലിന്റെ വേഷവിധാനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ചിത്രത്തിലെ രംഗത്തിന്റെ സാധ്യതകൾ സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്യുന്നത്. ചിത്രവുമായി ഈ ഐതിഹ്യത്തിന് ബന്ധമുണ്ടോ എന്നത് വ്യക്തമല്ല. കാരണം ആദ്യം മുതൽക്കേ തന്നെ ചിത്രത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഓരോ ടീസറും പോസ്റ്ററും അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്യുന്നത്. അവസാനമായി മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ പുറത്തിറങ്ങിയ ടീസറിന്റെ കമന്റ് ബോക്സിൽ ചിത്രത്തിന്റെ ആശംസകളും ചിത്രത്തെ പറ്റിയുള്ള പ്രതീക്ഷകളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. 2023 അവസാനം ലാലേട്ടന്റെ നേര് കൊണ്ടുപോയെങ്കിൽ 2024 ആദ്യം മലൈക്കോട്ടെ വാലിബൻ കൊണ്ടുപോകുമെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത്.